സണിയം കപ്പിക്കാട് നോക്കുക, അബോധത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒന്നാണോ ഈ പറയുന്ന ജാതിബോധം എന്നത്? ബോധതലത്തിൽ നമ്മളെല്ലാവരും അതിൽ നിന്ന് മുക്തരായിരിക്കുന്ന സാഹചര്യമൊക്കെ ഇപ്പോൾ നിലനിൽക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഒരു കുട്ടി എന്നുള്ളത് മാത്രമല്ല, കറുത്ത നിറമുള്ള സകല മനുഷ്യരും അധിക്ഷേപിക്കപ്പെട്ട ഒരു ക്ലാസ് മുറി എന്നെ വല്ലാതെ അമ്പരപ്പിക്കുകയാണ് ഈ കാലത്ത് എന്നുള്ളതാണ്. അവിടെ ഒരാൾ പോലും ഇത് പാടില്ല എന്ന് പറയാൻ, കാരണം കെട്ടപ്പെട്ടിരിക്കുകയാണ് ഇന്റേണൽ മാർക്ക്, മറ്റ് മാർക്കുകൾ, ഒരുപക്ഷെ നമ്മുടെ എക്സാം പേപ്പറിൽ ഇട്ട് വെച്ചേക്കാവുന്ന മാർക്ക്, അങ്ങനെ പലതും. കഴിഞ്ഞ ദിവസം വിനയൻ അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, ജാതിയൊക്കെ ഇല്ലാതെ പോയി എന്ന് എല്ലാവരും പറയും, പക്ഷേ കലാഭവൻ മണി എന്താ ആദരണീയനായ, നമ്മളൊക്കെ എത്രത്തോളം സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ മാർക്ക് കുറഞ്ഞാൽ മാഷ് വഴക്ക് പറയില്ല, പകരം പരിഹസിക്കും, പുച്ഛിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഏതു സിംഹാസനത്തിൽ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ കാലുകൾ ഒടിച്ചു വെക്കാൻ പാകത്തിൽ ഈ ജാതിബോധം നമ്മളെ ഇപ്പോഴും ഭരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിനക്കൊക്കെ എങ്ങനെയാണ് ഇവിടെ സീറ്റ് കിട്ടിയത് എന്ന് ചോദിക്കുന്നത്, എവിടെ നിന്ന് വരുന്നു നീയൊക്കെ എന്ന ആട്ടുകൂടിയാണല്ലോ. അല്ല, ഒരു ജാതി ജീവിതം മനുഷ്യരെ എത്രമേൽ മനുഷ്യവിരുദ്ധരാക്കി മാറ്റുമെന്നതിൻ്റെ ജീവിക്കുന്ന ഉദാഹരണങ്ങളാണ് ഈ പറയുന്ന ദന്തൽ കോളേജിലെ അധ്യാപക സമൂഹവും അവിടുത്തെ ഈ മാനേജ്മെൻറ്റ് പ്രതിനിധികളും. നമ്മൾ യഥാർത്ഥം മനസ്സിലാക്കേണ്ട, ഈ കേരളത്തിൽ ഞാനടക്കമുള്ളവർ എത്രയോ വർഷം പറഞ്ഞ് ഉറപ്പിക്കപ്പെട്ടതാണ് ജാതി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന്. ഇത് മനസ്സിലാക്കാൻ എന്തിനാണ് ഗവേഷണമൊന്നും വേണ്ട, സത്യസന്ധരായാൽ മതി. കേരളീയ സമൂഹത്തിൽ ജാതിയും ജാതി വിവേചനവും രാഹുൽ പറയുന്നത് പോലെ അബോധത്തിലൊന്നുമല്ല, ബോധത്തിൽ തന്നെ, സബ് കോൺഷ്യസ് മൈൻഡിലല്ല, കോൺഷ്യസ് മൈൻഡിൽ തന്നെ, ബോധപൂർവം തന്നെ ഈ കാര്യങ്ങൾ മലയാളിയുടെ മനസ്സിലുണ്ട്. അതിൻ്റെ ഡിബേറ്റ് അവിടെ നിൽക്കട്ടെ. ഈ കോൺക്രീറ്റായ ക്വസ്റ്റ്യനിലേക്ക് വരാൻ നമ്മൾ എന്തിനാണ് മടിക്കുന്നത്? കാര്യങ്ങളൊക്കെ ജനറലൈസ് ചെയ്യാതെ കോൺക്രീറ്റായിട്ടുള്ള പ്രശ്നത്തിലേക്ക് നമുക്ക് വരാം. ഈ പറഞ്ഞ നിതിൻ രാജു അവിടെ പഠിക്കുന്നൊരു വിദ്യാർത്ഥിയാണ്. ആ കുട്ടി മാത്രമല്ല, അവിടെ നിരവധി കുട്ടികൾ നിരന്തരമായി ആക്ഷേപിക്കപ്പെടുന്നു. ജാതിയുടെ പേരിൽ, നിറത്തിൻ്റെ പേരിൽ, ലിംഗപദവിയുടെ പേരിൽ, പെൺകുട്ടികളാണ് എന്നതിൻ്റെ പേരിൽ ബോഡി ഷെയ്മിങ് നടത്തി നിരന്തരം ആക്രമിക്കുന്നത് അധ്യാപക സമൂഹമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ അധ്യാപക സമൂഹത്തെ നിലയ്ക്ക് നിർത്തുവാൻ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ അധ്യാപക സമൂഹത്തെ നിലയ്ക്ക് നിർത്തുവാൻ എന്ത് സംവിധാനമാണ് കേരളത്തിലുള്ളത്? ഇതാണ് ചോദ്യം. ഈ നിതിൻ കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ്, ഇറ്റ് ഈസ് എ ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ എന്ന് തന്നെയാണ് അതിനെ വിളിക്കേണ്ടത്. അതല്ലാതെ അതിൽ കുറഞ്ഞൊന്നുമല്ല സംഭവിച്ചത്. ഇപ്പോൾ അവർ അത് ഇത്തരമൊരു സാഹചര്യം ഒരു ക്യാമ്പസിൽ ഉണ്ടായാൽ കുട്ടികൾക്ക് അവരുടെ സുരക്ഷിതത്വം നിലനിർത്തിക്കൊണ്ട് കംപ്ലൈൻറ്റ് ചെയ്യാൻ ഒരു സംവിധാനം പോലും ഇല്ലാത്ത സ്ഥലമാണ് കേരളമെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തൊരു നാടാണിത്! പക്ഷെ അത് അതേസമയം കംപ്ലൈന്റ് കൊടുക്കേണ്ടത് ആർക്കാന്നറിയാമോ? അങ്ങനെ ഒരു കംപ്ലൈന്റ് കൊടുക്കണമെങ്കിൽ അതിന്റെ പ്രഥമ പരാതി അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ റാമിന് തന്നെ എന്ന് പറഞ്ഞാൽ ആക്രമിക്കുന്നതിന് തന്നെ പരാതി കൊടുത്തിട്ട് അവൻ്റെ ആക്രമണം ക്ഷണിച്ചു വരുത്തുന്ന സംവിധാനമാണ്. അത് പറ്റില്ല. ഒന്ന്, നിങ്ങൾ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ റാം ഇതിനു മുമ്പ് സെയിം കുറ്റകൃത്യത്തിന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരാളാണ്. ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ, ആ മാന്യനുണ്ടല്ലോ, ഇന്ന് വന്ന് മീഡിയയെ കണ്ട മാന്യൻ, തിരുവനന്തപുരത്ത് കോളേജിൽ പഠിപ്പിക്കുന്ന കാലത്ത് പെൺകുട്ടികൾക്കും സ്ത്രീകളായ അധ്യാപകർക്കും ലൈംഗിക ചുവയുള്ള മെസ്സേജുകൾ നിരന്തരം അയച്ചു പുറത്താക്കപ്പെട്ട ആളാണ്. അയാൾ എന്നിട്ട് തമിഴ്നാട്ടിൽ പോയി 1 വർഷം ജോലി ചെയ്തിട്ട് പിന്നെ ഇവിടെ വന്നാണ് കയറുന്നത്. ഈ മാനേജ്മെൻറ്റ് എന്താണ് ഇങ്ങനെയുള്ള ആൾക്കാരെ മാത്രം റിക്രൂട്ട് ചെയ്യുന്നത് എന്നത് പ്രത്യേകമായി അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ പ്രിഡേറ്റർമാരെ സെലക്ട് ചെയ്യുക, ഈ പ്രിഡേറ്റർമാർ വന്ന് കുട്ടികളെ കൂട്ടത്തോടെ ആക്രമിക്കുക, അതിനെ പ്രതിരോധിക്കാൻ ഒരു സംവിധാനവും ഇല്ലാതിരിക്കുക. ഒരു കാര്യം പ്രത്യേകം പറയട്ടെ, ലത അധ്യാപികയാണ് അവിടുത്തെ. ലതയുടെയും പ്രിൻസിപ്പളുമാണ് ഏറ്റവും അവസാനമായി ഈ മരിച്ച നിതിൻ രാജുമായി സംസാരിക്കുന്നത്. പോലീസ് അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് 5 ദിവസമായല്ലോ. ഇവരുടെ മൊഴിയെടുത്തോ? ഇവരോട് ചോദിച്ചോ? റാം ഒളിവിലാണെന്ന് പറഞ്ഞു. ഈ ഇന്നത്തെ ആധുനിക ടെക്നോളജി മൊത്തം കയ്യിലുള്ള നമുക്ക് റാമിനെ കണ്ടുപിടിക്കാൻ പറ്റില്ലെന്നൊക്കെ ആരോടാണ് ഇവർ പറയുന്നത്? ഈ പോലീസ് ആരോടാണ് ഇതൊക്കെ പറയുന്നത്? അപ്പോൾ അവർക്ക് താല്പര്യമില്ല അവരെ അറസ്റ്റ് ചെയ്യാൻ. ഏറ്റവും ഗുരുതരമായൊരു കുറ്റകൃത്യമുണ്ട് ഇതിനകത്ത്. 2:30 മണിയായപ്പോഴാണ് ഈ
പയ്യൻ്റെ ബോഡി കാണുന്നത്. അരമണിക്കൂറിനകം പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കേണ്ട പ്രിൻസിപ്പാൾ 3 മണിക്കൂറിന് ശേഷമാണ് ആ വിവരം പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നത്. യഥാർത്ഥത്തിൽ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള മുഴുവൻ വഴികളും ഒരുക്കി പ്രതികൾ രക്ഷപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ഈ വാർത്ത ഔദ്യോഗികമായി കോളേജ് അധികൃതർ പുറത്തുവിടുന്നത്. അയാളെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യേണ്ടതാണ്. അതിന് വകുപ്പുണ്ട് കേരളത്തിൽ. ചെയ്യില്ല. എന്തുകൊണ്ടെന്നാൽ കൊല്ലപ്പെട്ടത് ഒരു ദളിതനും പാവപ്പെട്ട അച്ഛൻ്റെ അമ്മയുടെയും മകനുമാണ്. അവന് വലിയ സ്വാധീനമില്ല. ഇവരൊക്കെ വലിയ സ്വാധീനമുള്ള ആൾക്കാരാണെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മളിതിനകത്ത് ശ്രീനാരായണ ഗുരു പറഞ്ഞ കാര്യം, ഇപ്പോൾ ഈ പറഞ്ഞ വിവേകാനന്ദൻ പറഞ്ഞ കാര്യമൊന്നും പറഞ്ഞിട്ട് കാര്യം. ഇവിടെ സംഭവിച്ച കാര്യത്തിലൊരു തീരുമാനം വേണം. ഞാൻ പറയുന്നൊരു 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അതിലൊന്ന്, നമ്മുടെ ഹയർ സെക്കൻഡറി ഹയർ വിദ്യാഭ്യാസ മേഖല, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ നിരന്തരം ആവർത്തിക്കുന്നുണ്ട്. അതിനൊരു ശാശ്വത പരിഹാരമുണ്ടാക്കുവാൻ, അവർക്ക് സേഫായി കംപ്ലൈൻറ്റ് ചെയ്യുവാനൊരു സംവിധാനവും, ആ കംപ്ലൈൻറ്റ് കിട്ടിയാൽ 24 മണിക്കൂറിനകം അത് പ്രോസസ്സ് ചെയ്യാനുള്ളൊരു സംവിധാനവും, അത് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുത്താൽ വിതിൻ ദ ഡേയ്സ് അതിനൊരു തീരുമാനം ഉണ്ടാക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുമോ? അതാണ് മുഖ്യമന്ത്രി കേരളത്തിൽ തരേണ്ട ചോദ്യം. ശരി, ഞാൻ Debate with Madhu Saji.